സുരേഷ് ഗോപിയുടെ സമയമാണ് സമയം. കഷ്ടകാലം പിടിച്ചവൻ തല മൊട്ടയടിച്ചാൽ പിന്നെ കല്ലുമഴ എന്ന് പണ്ടാരോ പഴഞ്ചൊല്ല് പറഞ്ഞിട്ടുണ്ട്. ഏകദേശം അതേ സാഹചര്യമാണ് ഇപ്പോൾ സുരേഷ് ഗോപിയുടെ കാര്യത്തിലും. സുരേഷ് ഗോപി പിടിക്കുന്നത് മുഴുവൻ വള്ളിക്കെട്ട് കേസുകളാണ്. മറ്റു രീതിയിൽ പറഞ്ഞാൽ വഴിയെ പോകുന്ന വയ്യാവേലിയെ ഏണി വച്ച് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് സുരേഷ് ഗോപി. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കാൻ വന്നു. അവിടെ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. അതിനുശേഷം ഇങ്ങോട്ട് പിടിക്കുന്നത് മുഴുവൻ വയ്യാവേലികളാണ്. തൃശ്ശൂരിൽ ജയിച്ചു കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം തന്നെ പ്രധാനപ്പെട്ട ഒരു വയ്യാവേലി എടുത്ത് മുകളിൽ വച്ചു. ലോക്സഭയിൽ കേരളത്തിൽ നിന്നും ആദ്യമായി BJP ഒരു അക്കൗണ്ട് തുറന്നത് ഈ സുരേഷ് ഗോപിയിലൂടെയാണ്. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ നിന്ന്. ഒരർത്ഥത്തിൽ നോക്കിയാൽ അത് ചരിത്രപരമായ ഒരു സംഭവം തന്നെയാണ്. കാരണം ഇതുവരെ കേരളത്തിൽ നിന്നും BJP അക്കൗണ്ടിൽ ഒരാൾ ലോക്സഭയിലേക്ക് പോയിട്ടില്ല. രാജ്യസഭയിലേക്ക് പലരും പോയിട്ടുണ്ട്, അവർ മന്ത്രിമാരുമായിട്ടുണ്ട്. എന്നാൽ ലോക്സഭയിലൂടെ ആദ്യമായി സുരേഷ് ഗോപി ഇത്തവണ പാർലമെന്റിലെത്തി. കേരളത്തിൽ നിന്നും ആദ്യമായി ലോക്സഭാ തിരഞ്ഞെടുപ്പിലൂടെ എത്തുന്ന വ്യക്തി എന്ന നിലയിൽ ഉറപ്പായും ഒരു ക്യാബിനറ്റ് മന്ത്രി പദവി സുരേഷ് ഗോപി പ്രതീക്ഷിച്ചിരുന്നു. സുരേഷ് ഗോപി മാത്രമല്ല, എല്ലാ BJP പ്രവർത്തകരും ക്യാബിനറ്റ് പദവിയുള്ള മന്ത്രിസ്ഥാനം തന്നെയാണ് സുരേഷ് ഗോപിക്ക് ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചത്. പക്ഷേ കാര്യത്തോട് അടുത്തപ്പോൾ കഥ മുഴുവൻ മാറി. അതിന് കാരണമായതെന്തായിരുന്നു? ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം വന്നതിൻ്റെ പിറ്റേ ദിവസം സുരേഷ് ഗോപി മാധ്യമങ്ങൾക്ക് മുന്നിൽ ഒരു പ്രസ്താവന നടത്തിയിരുന്നു. മന്ത്രിയായി എന്നെ തളച്ചിടാൻ നോക്കേണ്ടെന്നും എനിക്ക് സിനിമയാണ് വലുതെന്നുമായിരുന്നു ആ പ്രസ്താവനയുടെ അർത്ഥം. എന്തായാലും ആ പ്രസ്താവന വന്ന് അതിൻ്റെ പിറ്റേ ദിവസം കേന്ദ്രമന്ത്രിസഭ പ്രഖ്യാപിച്ചപ്പോൾ സുരേഷ് ഗോപി തേഞ്ഞു. പുള്ളിക്ക് പ്രതീക്ഷിച്ച ക്യാബിനറ്റ് പദവി ഇല്ലേയില്ല. പകരം സഹമന്ത്രിസ്ഥാനം കൊടുത്തു. സിനിമയാണ് വലുതെന്ന് പറഞ്ഞ വലിയ പ്രസ്താവനയൊക്കെ ഇറക്കിയിരിക്കുന്ന സമയമല്ലേ. ഇനിയിപ്പോൾ എന്തെങ്കിലും പറയാൻ പറ്റുമോ? കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെടുക എന്നുള്ളത് മാത്രമേ വഴിയുണ്ടായിരുന്നുള്ളൂ. സഹമന്ത്രിസ്ഥാനത്തിൻ്റെ ആദ്യത്തെ ഒരു എടുപ്പ് കഴിഞ്ഞതോടെ തനിക്ക് സിനിമയിൽ അഭിനയിക്കണമെന്ന മോഹവുമായി സുരേഷ് ഗോപി വീണ്ടും രംഗത്തിറങ്ങി. മന്ത്രി പദവിയിൽ ഇരുന്നു കൊണ്ട് സിനിമയിൽ അഭിനയിക്കുക എന്ന രീതി കേട്ട് കേൾവിയില്ലാത്ത ഒന്നാണ്. അങ്ങനെ ഒരു രീതി ഇന്ത്യയിൽ ഇല്ല എന്നുള്ളത് ഇതിൽ പ്രധാനപ്പെട്ട സംഗതി. ഇനി സുരേഷ് ഗോപിക്ക് വേണ്ടി നിയമം മാറ്റണമെന്ന് പറഞ്ഞാൽ BJP കേന്ദ്ര നേതൃത്വം അതിന് സമ്മതിക്കുമോ? എവിടെ നിന്നൊക്കെയോ തപ്പിപ്പിടിച്ച് ഒരു 22 സിനിമകളുടെ ലിസ്റ്റും കൊണ്ട് അമിത്ഷായെ പുള്ളി കാണാൻ ചെന്നു. അമിത്ഷാ ആ ലിസ്റ്റോടുകൂടി പൊക്കിയെടുത്ത് അപ്പുറത്തേക്ക് മാറ്റിയിട്ടു. ഇതൊക്കെ പുള്ളി തന്നെ പറഞ്ഞ സംഭവങ്ങളാണ് കേട്ടോ. സംഭവം നടന്നിട്ട് 4-5 മാസമായി. ഇതുവരെ പുള്ളിക്ക് സിനിമയിൽ അഭിനയിക്കാനും പറ്റിയിട്ടില്ല. ഒറ്റക്കൊമ്പൻ എന്ന ചിത്രത്തിന് വേണ്ടി സുരേഷ് ഗോപി താടി വളർത്തിയിരുന്നു. ഇപ്പോൾ ആ താടിയൊക്കെ എടുക്കേണ്ടി വന്നു. കാരണം ഇനി എന്നു സിനിമയിൽ അഭിനയിക്കുമെന്നുള്ള കാര്യം സുരേഷ് ഗോപിക്ക് തന്നെ അറിയില്ല. സിനിമയിൽ അഭിനയിക്കാനും പറ്റുന്നില്ല, കേന്ദ്രമന്ത്രിസ്ഥാനം രാജിവെക്കാനും പറ്റുന്നില്ല. ആകെ കൂടി പെട്ട അവസ്ഥയിലായി. ആൾക്കാരെ കാണുമ്പോൾ ആവേശം കൂടുന്ന ഒരു സ്വഭാവം സുരേഷ് ഗോപിക്ക് ഉണ്ട് എന്ന് മലയാളികൾക്കറിയാം. പക്ഷേ ആ ആവേശം ഉത്തരേന്ത്യക്കാരോട് കാണിച്ചാൽ എന്തായിരിക്കും ഫലം? അതുതന്നെയാണ് നിലവിൽ സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോഴിതാ 22 സിനിമകളിൽ പോയിട്ട് ഒരു സിനിമയിൽ പോലും അഭിനയിക്കാൻ സാധിക്കാത്ത വിധം സുരേഷ് ഗോപിയെ പൂട്ടിക്കൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് BJP കേന്ദ്ര നേതൃത്വവും കേന്ദ്ര മന്ത്രിസഭയും. അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ സംസാരിച്ച DMK MP കനിമൊഴിയെ സുരേഷ് ഗോപി ഗോഷ്ഠി കാണിച്ചതും അവർ എടുത്തു കൊടുത്തതും. അവർ മാത്രമല്ല, കേരളക്കാർ ഭൂരിപക്ഷവും സുരേഷ് ഗോപിക്കെതിരായിരുന്നു. കാരണം കനിമൊഴി കേരളത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് പുള്ളിക്കാരിലിരുന്ന് കോക്കളി കാണിച്ചത്. കനിമൊഴിയുടെ കയ്യിൽ നിന്നും കിട്ടി. കേരളത്തിൽ വന്നവരും പോയവരും എടുത്തിട്ട് അലക്കുകയും ചെയ്തു. അതിനിടെ അങ്ങ് ഡൽഹിയിൽ മറ്റു ചില കാര്യങ്ങൾ കൂടി സംഭവിച്ചു. കുറച്ചുനാൾ മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സുരേഷ് ഗോപിയെ ഓഫീസിലേക്ക് വിളിപ്പിച്ചു. പ്രിയപ്പെട്ട സുരേഷ് ഗോപി, നിങ്ങളൊരു നടനല്ലേ, നിങ്ങൾ പോയി സിനിമയിൽ അഭിനയിക്കൂ, അതിൻ്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തോളാം എന്നു പറയാനായിരിക്കും സുരേഷ് ഗോപിയെ വിളിപ്പിച്ചത് എന്ന് നമുക്ക് തോന്നും. പക്ഷേ അതിനല്ലായിരുന്നു. കുറച്ച് ഉത്തരവാദിത്തങ്ങൾ സുരേഷ് ഗോപിയെ ഏൽപ്പിക്കാൻ വേണ്ടിയാണ് നരേന്ദ്രമോദി പുള്ളിക്കാരനുമായി കൂടിക്കാഴ്ച നടത്തിയത്. പുറത്തു വന്ന വിവരമനുസരിച്ച് നിരവധി ഉത്തരവാദിത്തങ്ങളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സുരേഷ് ഗോപിക്ക് നൽകിയത്.
ഉത്തരവാദിത്തങ്ങളൊക്കെ കിട്ടുന്നത് നല്ല കാര്യം തന്നെയാണ്. കാരണം അത്രത്തോളം പ്രാധാന്യമുള്ള വ്യക്തികൾക്ക് മാത്രമേ ഉത്തരവാദിത്തങ്ങൾ നൽകാറുള്ളൂ. പക്ഷേ ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. സുരേഷ് ഗോപി ഈ ഉത്തരവാദിത്തങ്ങളൊന്നും ആഗ്രഹിച്ചിരുന്നില്ല. അദ്ദേഹത്തിന് സിനിമയിൽ അഭിനയിക്കണം എന്നുള്ളതാണ് പ്രധാന ഉത്തരവാദിത്തമായി കണക്കാക്കിയിരുന്നത്. സിനിമയിൽ അഭിനയിച്ചു കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഇപ്പോൾ കേന്ദ്രമന്ത്രിയായി കഴിഞ്ഞു. എന്നാൽ താൻ അഭിനയിക്കാമെന്ന് ഉറപ്പുകൊടുത്ത ചിത്രത്തിലെങ്കിലും അദ്ദേഹത്തിന് അഭിനയിക്കണ്ടേ? അതിനു പോലും സമ്മതിക്കാത്ത രീതിയിലാണ് അദ്ദേഹത്തിന് പുതിയ ഉത്തരവാദിത്തങ്ങൾ നൽകി പ്രധാനമന്ത്രി പൂട്ടിയത്. എന്തുകൊണ്ട് BJP കേന്ദ്ര നേതൃത്വം ഇത്തരത്തിലൊരു നടപടി സുരേഷ് ഗോപിക്കെതിരെ എടുത്തു? മറ്റൊന്നും കൊണ്ടല്ല. സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന നേതൃത്വം കേന്ദ്ര നേതൃത്വത്തെ കടുത്ത അതൃപ്തി അറിയിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് നടപടിയുമായി കേന്ദ്ര നേതൃത്വവും രംഗത്തെത്തിയത്. G7 ഉച്ചകോടിയിലെ പ്രതിനിധി സംഘത്തിൽ ഉൾപ്പെടുത്തിയതിനൊപ്പം പാർലമെന്റ് സമ്മേളനത്തിലെ മസ്റ്ററിംഗ് ചുമതലയും അദ്ദേഹത്തെ അന്ന് പ്രധാനമന്ത്രി ഏൽപ്പിച്ചു. സുരേഷ് ഗോപിയെ നേരിൽ കണ്ടാണ് പ്രധാനമന്ത്രി ചുമതല നൽകിയതെന്ന വിവരവും പുറത്തു വന്നിരുന്നു. ഇത്രയുമായ സ്ഥിതിക്ക് ഉറപ്പായും സുരേഷ് ഗോപിക്ക് തിരക്ക് കൂടുമെന്ന് ഉറപ്പായിരുന്നു. പ്രതീക്ഷിച്ച പോലെ തന്നെ തിരക്ക് കൂടി. സിനിമ തിരക്കല്ല, ഒരു ജനപ്രതിനിധി എന്ന നിലയിലുള്ള തിരക്ക്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഒരു മന്ത്രി എന്ന നിലയിലുള്ള തിരക്ക്. ഈ വെറുതെ ഇരിക്കുമ്പോഴാണ് അനാവശ്യ ചിന്തകൾ മനസ്സിൽ വന്ന് കയറുന്നത് എന്ന് പഴമക്കാർ പറയും. കേന്ദ്രത്തെ സംബന്ധിച്ച് സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളത് അനാവശ്യമായ ഒരു ചിന്തയാണ്. ഇനിയിപ്പോൾ എന്തായാലും വെറുതെ ഇരിക്കണ്ട, ജോലി ചെയ്തുകൊണ്ടിരുന്നുള്ളൂ എന്നാണ് സുരേഷ് ഗോപിക്ക് പുതിയ ഉത്തരവാദിത്തങ്ങൾ നൽകിയതിലൂടെ കേന്ദ്രം സൂചന നൽകിയത്. സിനിമയിൽ അഭിനയിക്കേണ്ട എന്ന് കേന്ദ്ര നേതൃത്വം തീർത്തു പറയുമ്പോൾ സുരേഷ് ഗോപിയുടെ മുന്നിൽ സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ ഒരൊറ്റ വഴി മാത്രമേ ഇനിയുള്ളൂ: കേന്ദ്രമന്ത്രി പദവി രാജിവെക്കുക. അതുമാത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം സുരേഷ് ഗോപി രാജ്യസഭയിലൂടെ MP ആയ ആളല്ല. ജനങ്ങൾ തിരഞ്ഞെടുത്ത് ലോക്സഭയിലൂടെ MP ആക്കി മന്ത്രിയാക്കിയ ആളാണ്. അപ്പോൾ അവിടെ ഒരു ജനപ്രതിനിധിക്ക് കമ്മിറ്റ്മെൻറ്റ് ജനങ്ങളോടാണ്. തിരഞ്ഞെടുത്ത സ്ഥാനം രാജിവെച്ചാൽ അത് ജനങ്ങളെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണെന്ന് കേന്ദ്രത്തിനറിയാം, സുരേഷ് ഗോപിക്കും അറിയാം. അതല്ല, ഇനി സിനിമയിൽ അഭിനയിച്ചേ പറ്റുകയുള്ളൂ എങ്കിൽ രാജിവെക്കുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ല. എന്നാൽ കാലാകാലമായി കേരളത്തിൻ്റെ അതിർത്തിക്ക് ഇപ്പുറത്തു നിന്നുകൊണ്ട് അവിടെ നോക്കിക്കണ്ട BJPക്ക് ആദ്യമായി ഒരു ലോക്സഭാ സീറ്റ് കിട്ടിയ സമയമാണിത്. ഈ അവസരം സുരേഷ് ഗോപി ആയിട്ട് കൊണ്ട് കളഞ്ഞാൽ ഇനി ഒരു BJP നേതാവ് കേരളത്തിൽ നിന്നും ജയിക്കുമെന്ന് പ്രതീക്ഷിക്കാനും കഴിയില്ല. ഇതെല്ലാം കണക്ക് കൂട്ടിക്കൊണ്ട് തന്നെയാണ് കേന്ദ്രം ഒരു തീരുമാനമെടുത്തത്: സുരേഷ് ഗോപി ഇനി അഭിനയിക്കേണ്ട, പകരം ഒരു മന്ത്രി എന്ന നിലയിൽ കേന്ദ്രം ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ ചെയ്താൽ മതി എന്ന്. ആഴ്ചയിൽ 3 ദിവസം സുരേഷ് ഗോപി ഡൽഹിയിൽ തന്നെ ഉണ്ടാകണമെന്നാണ് പ്രധാനമന്ത്രി നേരത്തെ സുരേഷ് ഗോപിയോട് നിർദ്ദേശം കൊടുത്തിരുന്നത്. നവംബർ 25 മുതൽ ഡിസംബർ 20 വരെ നിശ്ചയിച്ചിരിക്കുന്ന പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിൽ ആഴ്ചയിൽ 4 ദിവസം റോസ്റ്റർ ചുമതല വഹിക്കണം എന്നായിരുന്നു നിർദ്ദേശം. മറുപടി പറയേണ്ട കേന്ദ്രമന്ത്രി സഭയിലില്ലെങ്കിൽ റോസ്റ്റർ ചുമതലയുള്ള മന്ത്രിയാണ് മറുപടി നൽകേണ്ടത്. എന്തായാലും കേന്ദ്രമന്ത്രിസഭ അധികാരത്തിലേറി 6 മാസം കഴിയുന്നതോടെ സുരേഷ് ഗോപി മന്ത്രിസ്ഥാനം ഒഴിഞ്ഞ് ഒരു അഭിനേതാവായി മാറുമെന്നാണ് അദ്ദേഹവുമായി അടുപ്പമുള്ള വൃത്തങ്ങളിൽ നിന്നും പുറത്തുവരുന്ന സൂചനകൾ. കാരണം സിനിമയിൽ അത്യാവശ്യം സജീവമായി നിന്ന ഒരു വ്യക്തി സിനിമയിൽ അഭിനയിക്കാതെയാകുമ്പോൾ ഉണ്ടാകുന്ന കുറേ സാമ്പത്തിക പ്രതിസന്ധികളുണ്ട്. സത്യം പറഞ്ഞാൽ അത് സുരേഷ് ഗോപിയെ പിടികൂടി കഴിഞ്ഞു. ഇലക്ഷന് മുൻപൊക്കെ പുള്ളിക്കാരൻ നല്ല ഒരു ചാരിറ്റി പ്രവർത്തകനായിരുന്നു. താൻ ഉദ്ഘാടനം ചെയ്യാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യത്തിനോ പോകുന്ന സ്ഥലങ്ങളിൽ തൻ്റെ കണ്ണിന് മുന്നിൽ വന്നുപെടുന്ന പ്രശ്നങ്ങളിൽ ചാരിറ്റി സംബന്ധമായിട്ടുള്ള തീരുമാനങ്ങൾ പുള്ളി എടുക്കുകയും അത് നടത്തി കൊടുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ അതിനൊന്നും കഴിയുന്നില്ല. വരുമാനം തന്നെയാണ് പ്രശ്നം. എന്തായാലും കേന്ദ്രമന്ത്രിസഭ 6 മാസം പൂർത്തിയാക്കുന്നതോടെ സുരേഷ് ഗോപി അഭിനയത്തിൽ സജീവമാകും എന്ന് തന്നെയാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. അതായത് മന്ത്രിസ്ഥാനം ഒഴിഞ്ഞേക്കും എന്നുതന്നെ. നേരത്തെ സംസ്ഥാന നേതൃത്വം സുരേഷ് ഗോപിക്കെതിരെ അതൃപ്തി കേന്ദ്രത്തെ അറിയിച്ചിരുന്നു എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട്. സംസ്ഥാന നേതൃത്വത്തോട് ആലോചിക്കാതെ സ്വന്തം തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നു എന്നുള്ളതാണ് സുരേഷ് ഗോപിക്കെതിരെ സംസ്ഥാന നേതൃത്വത്തെ തിരിച്ചത്. അതിനിടെ മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ കേന്ദ്ര സർക്കാർ നടത്തിയ അന്വേഷണത്തിലും സുരേഷ് ഗോപി പരിധി വിട്ടെന്ന വിലയിരുത്തൽ സംസ്ഥാന നേതൃത്വത്തിനുണ്ടായിരുന്നു.
തന്നെ സിനിമയിൽ അഭിനയിക്കാൻ അനുവദിക്കണമെന്നും സിനിമാ സെറ്റുകളിൽ ഉദ്യോഗസ്ഥരെ ഒപ്പം കൂട്ടി ഓഫീസ് പ്രവർത്തിപ്പിച്ചു കൊള്ളാമെന്നും സുരേഷ് ഗോപി ആഭ്യന്തരമന്ത്രി അമിത്ഷായെ അറിയിച്ചിരുന്നു. എന്നാൽ ആ പരിപാടി വേണ്ട എന്നാണ് അമിത്ഷാ തിരിച്ചു പറഞ്ഞത്. മാത്രമല്ല, സുരേഷ് ഗോപി തൻ്റെ മുഴുവൻ സ്റ്റാഫുകളെയും ഇനിയും നിയോഗിച്ചിട്ടില്ല. കാരണം സിനിമ അഭിനയം സ്വപ്നം കണ്ട് നടക്കുന്നതിനിടയിൽ സംഭവിച്ചു പോയതാണ്. പക്ഷേ അത് പറ്റില്ല എന്ന് അമിത്ഷായും കേന്ദ്ര നേതൃത്വവും സുരേഷ് ഗോപിയോട് പറയുകയും ചെയ്തു. മുഴുവൻ സ്റ്റാഫുകളെയും ഇനിയും നിയോഗിക്കാത്തത് സഹമന്ത്രി എന്ന നിലയിൽ സുരേഷ് ഗോപിയുടെ വീഴ്ച തന്നെയാണെന്ന് കേന്ദ്രം ഉറപ്പിച്ചു പറയുകയും ചെയ്തു. അങ്ങനെ ആകെ കൂടി ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന സമയത്താണ് കേരളത്തെക്കുറിച്ച് കനിമൊഴി എന്തോ പറഞ്ഞതും ഇടം വലം നോക്കാതെ പുള്ളിക്കാരൻ അവരെ ഗോഷ്ഠി കാണിച്ചതും. അതോടുകൂടി ലോകം കീഴ്മേൽ മറിഞ്ഞ പ്രതീതിയായിരുന്നു. എന്തായാലും അന്ന് തന്നെ പുള്ളിക്കാരൻ തീരുമാനമെടുത്തു എന്നാണ് അറിഞ്ഞത്, മന്ത്രിപ്പണിയേക്കാൾ നല്ലത് സിനിമ അഭിനയം തന്നെയാണെന്ന്. ഇനി കേന്ദ്രമന്ത്രിസഭ 6 മാസം പൂർത്തിയാക്കാനുള്ള കാത്തിരിപ്പും.